മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അത് ശിർക്ക് എന്ന് പറയുന്നു. അതേ അവസരത്തില് യേശുവെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ, അങ്ങനെ മറ്റുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിളി പേരൊന്നും പറഞ്ഞോളന്നില്ല, അത് ശിർക്കാണ് എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് ശിർക്കാകുന്നത്, മറ്റത് തൗഹീദുമാകുന്നത് എന്നറിയാനുള്ള ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടാകും. മറുപടി ഞാൻ പറയാം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ് എപ്പോഴാണ് ഒരു കാര്യം ഇബാദത്താവുക എന്നത്. എപ്പോഴാണ് ഒരു കാര്യം ഇബാദത്താകുന്നത്? 1988 ജനുവരിയിൽ പുറത്തിറങ്ങിയ അൽമനാർ മാസിക. മുജാഹിദുകൾ അന്ന് പിളർന്നിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് എന്ന് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത്. വേറെ ദുരുദ്ദേശം ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ്. അതിൽ 1988 ജനുവരി ഞാനിത് കാണിച്ച് നോക്കുന്നുണ്ട്. അതിൽ അവര് തന്നെ എഴുതുന്നു, എപ്പോഴാണ് ഒരു കാര്യം ഇബാദത്താകുന്നത്? അത് കേവലമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല. മുജാഹിദുകൾ പറയാണ്. പിന്നെന്തു വേണം? ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം ചാർത്തിക്കൊണ്ട്, എങ്ങനെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ചെയ്യുന്ന വണക്കത്തിലാണ് തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം. അതനുസരിച്ചുള്ള വണക്കത്തിലാണ് ആരാധന എന്ന് പറയുക. അതാ അൽമനാറാണ്, കേട്ടോളൂ. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ എന്തു വേണം? അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചത് കാണാം. അപ്പൊ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞ കാര്യമാണ് അൽമനാർ 1988 ജനുവരി ലക്കത്തിലിറങ്ങിയ അൽമനാറിന്റെ പേജ് 5 പറയുന്നത്. എപ്പോഴാ ആരാധനയാവൽ? അവര് പറയുന്നു, ദിവ്യത്വം സങ്കല്പിക്കണം, ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ഉള്ള വിശ്വാസം, അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ. മനസ്സിലാവേണ്ട നിങ്ങൾക്ക് വ്യത്യാസം ഞാൻ പറയുന്നത്. അപ്പൊ ഹിന്ദുക്കൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ മറുപടി പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കാം. എന്താ? ദിവ്യത്വം ചാർത്തുക, ദൈവമാണെന്ന് വിശ്വസിക്കുക, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക, ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ ആ വിളി വിളിക്കപ്പെടുന്ന ആൾക്കുള്ള ആരാധനയാണ്, ഇബാദത്താണെന്ന് മുജാഹിദുകളുടെ അൽമനാറ് അവര് 2, 3 എത്രയാ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അത്രയും ഗ്രൂപ്പ് ആകുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങിയ അൽമനാറാണിത്. അതിൽ പറയുന്നു. അപ്പൊ എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പൊ കേവലം മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം എന്താവുകയില്ല? ആരാധനയാവൂല. ആരാധനയാവണമെങ്കിൽ എന്ത് വേണം? ദൈവമാണെന്ന് കരുതണം, ദിവ്യത്വം ചാർത്തണം, ദൈവപുത്രനാണെന്ന് കരുതണം, അതുപോലെ ദൈവ അവതാരമാണെന്ന് കരുതണം. അപ്പോ ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിച്ചു പറയുമ്പോ അവരുടെ വിശ്വാസം എന്താ? യേശു ദൈവപുത്രനാകുന്നു എന്നാണ്. അതുകൊണ്ട് അത് ആരാധനയാണ്, അത് ശിർക്കാകുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കുക, അടുത്തത് ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ ദൈവമായിട്ടും ദൈവ അവതാരമായിട്ടും വിശ്വസിച്ച് വിളിക്കുന്നു, അല്ലെ? അതൊക്കെ അവരുടേതായ വിശ്വാസമാണ്, നമ്മൾ ചോദ്യം ചെയ്യല്ല. അങ്ങനെ വിളിക്കുമ്പോ ദൈവ അവതാരമാണ് എന്ന് കരുതിക്കൊണ്ടും ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും വിളിക്കുന്നു. അതുകൊണ്ട് അതും ശിർക്കാണ്, അതും അവർക്കുള്ള ഇബാദത്താണ്, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇനിയാണ് നിങ്ങൾക്കറിയേണ്ട കാര്യം. എന്ത്? മുഹയ്യദ്ദീൻ ഷെയ്ഖെ വിളിക്കുന്നു, അല്ലെങ്കിൽ യാ റസൂലല്ലാഹി എന്ന് വിളിക്കുന്നു. ഈ വിളി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തടിച്ചുകൂടി ആയിരക്കണക്കായ ആളുകൾ ഈ വാഴക്കാട് ബസ് സ്റ്റാൻഡിൽ പരിസരത്തും തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി എന്നൊക്കെ വിളിച്ച് റസൂലുള്ളാഹിയെ വിളിച്ച് തേടുമ്പോ അള്ളാഹുവിന്റെ റസൂല് ദൈവമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഉണ്ടോ? ഇല്ല. ദൈവപുത്രനാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അവിടെ കാണിച്ചു. എല്ലാവർക്കും പറയാം. ഇത് സാമാജിക അവസരം എല്ലാവർക്കും പറയാം. ദൈവ അവതാരമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ?
ഇങ്ങനെയാണ് മുജാഹിദുകൾ പഠിപ്പിച്ച തൗഹീദ് അനുസരിച്ചപ്പം പറയുന്നത്. ആയത്തും ഹദീസും കിതാബ് ഡസക്കണക്കിന് പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെടുത്ത് അർഫി പഠിപ്പിക്കും. അതവിടെ ഇരിക്കട്ടെ. മുജാഹിദുകൾ മലയാളത്തിൽ എഴുതിയ അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞ നിർവചനം അനുസരിച്ചാണ് ഇപ്പോഴത്തെ കളി. ഇതിൽ അവർ പറയുന്നത് എന്താണ്? ഈ ദിവ്യത്വം ഇല്ലേ, അത് ശിർക്കാവൂല. ദിവ്യത്വമുണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ. നിങ്ങൾ ഇനി പറയും, മുസ്ലിമീങ്ങളായ ഞങ്ങള് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താ അറിയോ? അഅ്ബുദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്. അല്ലാതെ എന്തല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല. ഈ വിശ്വാസം വിശ്വസിച്ച് റസൂലുള്ളാഹിയെ വിളിക്കുന്നു. എങ്ങനെയാണ് ഇത് ശിർക്കാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറയണമെന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മമ്പുറത്തെ തങ്ങളെ മുഹയ്യദ്ദീൻ ശൈഖിനെ ബദരീങ്ങളെ ഞങ്ങൾ വിളിക്കുമ്പോ ഞങ്ങളെ വിശ്വാസം എന്താ? അഅ്ബുദുഹു വവലിയുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ വലിയാണ് കേട്ടോ. അള്ളാഹുവല്ല, ഇലാഹല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ആരാധ്യനല്ല, മഅ്ബൂദല്ല, റബ്ബല്ല. പിന്നെയോ ആ റബ്ബിന്റെ അടിമയാണ്, ആ റബ്ബിന്റെ ദൂതന വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാ മുഹയ്യദ്ദീൻ ശൈഖിനെ ഞങ്ങൾ വിളിക്കുന്നത്. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഈ വിശ്വാസത്തോടെയാണ്. മുജാഹിദുകളുടെ മുഖപത്രം പറയുന്നു അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാവൂല. ഞാനിതൊന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എനിക്കറിയാം, എന്നാലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇത് കേരളത്തിലെ മുജാഹിദുകൾ മർക്കസു ദഅവയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച, സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിന്റെ പേരെന്താ? അഹ്ലുസുന്ന വൽ ജമാഅ ചോദ്യങ്ങൾ അല്ലെ, സംശയങ്ങളും മറുപടിയും. ഇതിന്റെ 15ാമത്തെ പേജിൽ അവര് പറയുന്നത് എന്താ കണ്ടോ? അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം? ചോദ്യമാണ്. അതിന് മറുപടി അവരെന്നെ പറയാം. പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. അത് രണ്ടും ഒരേ അർത്ഥത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. എന്നാൽ സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് കേട്ടേ, അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും എന്തിനോടാണോ നമ്മൾ ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെടുന്ന വസ്തു ദൈവമെന്നോ, കേൾക്കണം, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. അപ്പൊ ആരാധനയാവണമെങ്കിൽ, ഇബാദത്താവണമെങ്കിൽ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി എന്ന ദുആ ഇബാദത്തിന്റെ പരിധിയിൽ പെടണമെങ്കിൽ അതെന്താവണം? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാകണം. അപ്പോഴേ അത് ഇബാദത്താവുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാ ചെയ്തിരുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, നബിയെ തങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിന് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറയണമെന്ന് ഖുർആൻ പഠിപ്പിച്ചത് അതാണ്. അതാണ് മുജാഹിദുകൾ പത്രവും പറയുന്നത്. ദിവ്യത്വമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഇനി നിങ്ങൾ ഓർക്കണം, ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു. സുന്നികളായ ഞങ്ങൾ ചെയ്യുന്നത് പോലെ. ഏത് വിശ്വാസം ഇല്ലാതെ? ദിവ്യത്വം വിശ്വസിക്കാതെ, ദൈവമാണെന്ന് വിശ്വസിക്കാതെ, ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാതെ, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ, ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ല, അത് ആരാധനയല്ല, അത് കേവല സഹായാർത്ഥന മാത്രമാകുന്നു എന്ന് എഴുതി വെച്ചത് എവിടെയാണെന്നറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഫീസിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമല്ല ഇത്. ഇത് കേരളത്തിലെ മുജാഹിദുകൾ കണ്ടോ, മുജാഹിദ് കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസു ദഅവ കോഴിക്കോട് 2 നിന്ന് പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ മുജാഹിദുകളുടെ ആശയമായി വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന വിളി ആരാധനയല്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ഞങ്ങൾ പറയുന്നത് മുജാഹിദുകൾ പറഞ്ഞ പഠിപ്പിച്ച നിയമമനുസരിച്ച് തന്നെയാകുന്നു എന്ന് ചുരുക്കം.